ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു പാൽ കപ്പ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടി കൊത്തുനുറുക്കിയ കപ്പ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനങ്ങ് വേവിക്കാനായിട്ട് വെച്ചു. നന്നായിട്ട് തിളച്ച് ആവി വന്ന് അത് വെന്ത് ഒരുവിധമായി വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് ഇളക്കി വെക്കണേ. ഇതിൽ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇടാവുള്ളൂ. പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാലിൽ രണ്ടാം പാൽ അതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഒരു 3 കപ്പ് രണ്ടാം പാലുണ്ട്. അതിൽ കിടന്ന് വേണം നന്നായിട്ട് വെന്തുടയാനിത്. ഈ സമയം കുറച്ച് കാന്താരി മുളകും ചതച്ച ഇഞ്ചിയും ചതച്ച കുഞ്ഞുള്ളിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായിട്ട് അടച്ചു വെച്ച് അത് നല്ലതായിട്ട് വേവണം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോഴൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ അധികം കിടന്ന് വേവണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിലേക്ക് നമ്മൾ കടുക് വറുത്തിടണം. അതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞ കുഞ്ഞുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ച് ഇളക്കി നന്നായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി പാൽക്കപ്പ റെഡിയാണ്. അപ്പോൾ അത്രയേ